ഗുഡ് മോർണിംഗ്. വെൽക്കം ടു FTT. നമ്മുടെ 5-ാം ദിവസം തുടങ്ങാണ്. അഹമ്മദാബാദ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ 3 സ്ഥലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമായിട്ടും മെയിനായിട്ടും സബർമതി ആശ്രമം, അത് ഒരു 10 മിനിറ്റ് ഇവിടുന്ന് പോകണം. പിന്നെ ഹുദി സിംഗ് ജെയിൻ ടെമ്പിൾ 400 മീറ്റർ ഉള്ളൂ. നമ്മൾ താമസിക്കുന്ന മെയിൻ റോഡിൽ തന്നെയാണ്. പക്ഷേ നല്ല വെയിൽ. എത്ര ഡിഗ്രി പറഞ്ഞു? ഉച്ചയാകുമ്പോൾ 44 ഡിഗ്രി ആവും. ഇപ്പോൾ 10 മണി 9:30 ആയപ്പോഴേക്കും ഒരു 10-38 ഡിഗ്രി അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജൂൽട്ട മിനാർ, ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ദിയു വഴി സോമനാഥ് ക്ഷേത്രം അവിടെ പോയി സ്റ്റേ ചെയ്യണം. ക്ഷേത്രം കണ്ടിട്ട് ഇത്രയും പരിപാടികളും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെന്ററി ഉണ്ട്. അപ്പൊ അത് കഴിക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാം. വണ്ടിയിൽ കയറ്റുന്നു, ഫുഡ് കഴിക്കുന്നു, ഇറങ്ങുന്നു. പെട്ടികള് കയറ്റി വിട്ടു. ഡേ 5 നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ്. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പൊതുവെ നമ്മളങ്ങനെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റിന് നിൽക്കാറില്ല. 6-7 മണിയാകുമ്പോൾ പോകാറുണ്ട്. പക്ഷെ ഇന്ന് 10 മണിക്ക് സബർമതി ആശ്രമം തുറക്കുന്നു. അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഇതിലൊരു സ്പെഷ്യലായിട്ട് വളരെ യൂണീക്കായിട്ടുള്ള ഒരു ഗുജറാത്തി ഫുഡൊക്കെ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല. എന്താണ് ഇതിന്റെ പേര് പറഞ്ഞത്? എന്താ അറബിക്ക പത്താന്ന് പറഞ്ഞു. ഗൂഗിൾ ലെൻസ് ഇട്ട് നോക്കണം എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ളത്. അപ്പൊ 5 മിനിറ്റിൽ നമ്മൾ ഹുദി സിംഗ് ജെയിൻ ടെമ്പിളിന്റെ മുന്നിലെത്തി. ഇത് വലിയൊരു ഏരിയയിലാണ് പണിതിട്ടുള്ളത്. 4 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്നും വായിക്കുന്നുണ്ടപ്പോൾ നമ്മളും പോയി നോക്കി. പക്ഷേ ഗുജറാത്തിയിലാണ്, ഒരു അക്ഷരം തിരിയുന്നില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മാനസ്തംഭ. ഇത് 78 ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരു കാർവ്ഡ് പില്ലറാണ്. ഇത് ചിറ്റോഗഡിലെ കീർത്തിസ്തംഭയുടെ മോഡലിലാണ് പണിതിട്ടുള്ളത്. അപ്പൊ നമുക്കിനി മെയിൻ ടെമ്പിളിലേക്ക് പോവാം. ഈ ഹുദി സിംഗ് ജെയിൻ ടെമ്പിൾ പണിതത് 1548 ഇവിടുത്തെ വലിയൊരു വ്യാപാരിയായിരുന്ന സെയ്ദ് ഹുദി സിംഗ് 10 ലക്ഷം, അന്നത്തെ 10 ലക്ഷം രൂപയ്ക്ക് വെള്ള മാർബിളില് പണിത ഒരു മഹാ സൗധാണ് ഇതെന്ന് പറയാം. ഇത് മാരു ഗുർജാര സ്റ്റൈൽ, ഇവിടുത്തെ ഗുജറാത്തിയുടെ ബേസിക് സ്റ്റൈലിലാണെങ്കിൽ പോലും ഇതിന്റെ ഈ മുകളിലെ ഡോംസ് ഒക്കെ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു സ്വാധീനം കൂടി ഉണ്ട്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കണമെന്ന് തോന്നുന്നു. നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ത്രീയും കുട്ടീനെയൊക്കെ പിടിച്ചിറങ്ങി വരണം. നമുക്ക് അകത്ത് കയറി നോക്കാം. ഇത് മുഖ്യമണ്ഡപ ഭവൻ ജിനാലെ എന്ന് പറയുന്ന മുഖ്യമണ്ഡപത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥനകളും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട്. കല്യാണമാണെന്ന് അറിയില്ല, ഇപ്പോൾ സീസണാണ് ഗുജറാത്തിലൊക്കെ. അപ്പം എന്തായാലും നമുക്ക് ഇതിന് ചുറ്റും 52 ഉപക്ഷേത്രങ്ങൾ ഉണ്ട് എന്നതാണ് ഈ ഹുദി സിംഗ് ജെയിൻ ടെമ്പിളിന്റെ ഏറ്റവും വലിയ വിശേഷം. മുഖ്യമണ്ഡപത്തിന് ചുറ്റുമുള്ള ഒരു നടുമുറ്റം പോലെ അതിന് ചുറ്റും ഇങ്ങനെ പില്ലേഴ്സ് ആയിട്ട് നമുക്ക് 4 വശത്ത് നടക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ പില്ലറുകളൊക്കെ നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാവിങ്സ് ആണ്. ഈ ഡോറുകളാണ് ഉപക്ഷേത്രങ്ങളുടെ വാതിലുകളാണ്. ഇതിന് പിന്നിൽ ഓരോന്നിന് പിന്നിലും ഒരു തീർത്ഥങ്കരന്റെ മാർബിൾ പ്രതിമയുണ്ട്. ഈ മുഖ്യമണ്ഡപത്തിന്റെ പിൻവശത്ത് നോക്കുമ്പോൾ വളരെ ഗംഭീരമാണ്. ഇതിന്റെ പ്രത്യേകത സിമെന്റും മോട്ടറൊന്നും യൂസ് ചെയ്യാണ്ട് ഈ മാർബിൾ കല്ലുകൾ തന്നെ കൃത്യമായി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇതിൻ്റെ. ഇത് ഹുദി സിംഗ് പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇത് പണിത് അവസാനിപ്പിച്ചത്. ഓസ്ന എന്തായാലും ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ നടന്ന് കാണുന്നുണ്ട്. പിന്നെ ജോഡിയായിട്ട് നല്ല സ്റ്റൈലിലൊക്കെ തലപ്പാവ് വെച്ചും നല്ല സാരി എടുത്തൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ വല്ല കല്യാണമാണോ എന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പോൾ ഈ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത്തിരി പ്രായമുള്ളവരാണ്. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഒരു കുടുംബം നടത്തുന്ന വിശേഷാൽ പൂജയാണിത്. അപ്പോൾ എന്തായാലും ഹുദി സിംഗിന്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ നീങ്ങാം. അഹമ്മദാബാദ് നഗരം കാണാൻ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക്. Ahmedabad's historically walled city is India's first UNESCO World Heritage City. അതും നമ്മൾ മനസ്സിലാക്കണം. ഡൽഹി ദർവാസ, ഇങ്ങനെ പല അതാണ് ഇപ്പം മുമ്പിൽ കാണുന്നത്, ഡൽഹി ഗേറ്റ്. ഈ പലതരം ദർവാസകളാൽ ചുറ്റപ്പെട്ട ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നഗരമാണ് അഹമ്മദാബാദ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, യുനെസ്കോയുടെ പൈതൃക നഗരം. സുൽത്താൻ അഹമ്മദ് ഷാ 1411 സ്ഥാപിച്ച അഹമ്മദാബാദ് എന്ന ഈ നഗരം സബർമതി നദിയുടെ തീരത്ത് അദ്ദേഹം സ്ഥാപിച്ച നഗരം പിന്നീട് നദിയുടെ അപ്പുറത്തേക്കും വികസിച്ചു, വളരെയധികം വളർന്നു വികസിച്ചു. ഇന്ത്യയിലെ തന്നെ വമ്പൻ നഗരങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദ് ഇപ്പോൾ.
നമ്മളിപ്പോൾ ജുൾട്ട മിനാർ കാണാൻ വന്നപ്പോൾ അവിടെ കുട്ടികൾ പന്ത് കളിക്കുകയൊക്കെയാണ് പാർക്കിംഗ് ഏരിയയിൽ. പിന്നെ കല്യാണം ഒക്കെ സെറ്റ് ചെയ്യണു. പക്ഷേ ലോക്കൽസ് വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ടൂറിസം ഇല്ലാണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും. ഗൈഡാന്ന് തോന്നുന്നു പുള്ളി. ജുൾട്ട മിനാറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ വളച്ച് കെട്ടി ഒരു കല്യാണത്തിനുള്ള സ്റ്റേജും സെറ്റപ്പൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ അവിടെ തന്നെ പാർക്ക് ചെയ്തു. കല്യാണ സ്റ്റേജൊക്കെ ഉണ്ട്. എന്തായാലും അവർ നമ്മളെ കാറിൽ നിന്ന് തന്നെ ആനയിച്ച് നമ്മളെ കൊണ്ടുപോവാണ്. അത് നന്നായി. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഗല്ലി പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസിബിലിറ്റി ഇല്ല എന്ന് വിചാരിച്ചാണ്. അതിൻ്റെ എൻട്രൻസ് വഴിയിൽ നിന്ന് വരുമ്പോൾ കണ്ടേയില്ല. वहाँ दफन विधि करा हुआ है। जब इनकी मम्मी को यहाँ दफन विधि करा तो उन्हें ऐसा लगा कि मेरे माँ के नाम से एक मस्जिद बना दूँ, अगर कोई इस पर नमाज पढ़ेगा तो उसका सवाब मिलेगा। ये अपने माँ के नाम से बीबी जी की मस्जिद बनाई, लेकिन इसके मीनार झुकने के कारण से झूलते मीनार नाम से फेमस है। ये सब खड़े रहने की जगह है। हम इसके अंदर जा सकती थी ना? हाँ जा सकते थे, अभी अंदर देख सकते हैं। आइए दिखा दो। दिखा दो। അപ്പോൾ ജുൾട്ട മിനാറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ജുൾട്ട മിനാർ നിൽക്കുന്നത് അഹമ്മദാബാദിലെ സാരംഗ്പൂർ ഗേറ്റിൽ അടുത്ത് സിദ്ദി ബഷീർ മോസ്കിനോട് ചേർന്നാണ്. 1452 പണിത മോസ്കും അതിനോട് ചേർന്നുള്ള മിനാരറ്റ്സുമാണിത്. ഷേക്കിംഗ് മിനാരറ്റ്സ് എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് വിസ്മയമാണിത്. ഇത് ഈ മിനാരറ്റ്സ് മാത്രമല്ല, ഈ ഒരു മോസ്കും വളരെ പ്രത്യേകതയുള്ളതാണ്. വളരെ വലിയൊരു ഏരിയയാണ്. നിറയെ പില്ലേഴ്സ്, 40 പില്ലേഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ, എല്ലാ വശത്തേക്കും സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കുന്ന നിർമ്മിതിയാണിത്. പുള്ളി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുകയാണ്. ഈ ഒരു ഫുൾ ഒറ്റ കല്ലിൽ കൊത്തിയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതിന് ഒരു തൂവലെടുത്തിട്ട് ഇതിൻ്റെ സൂക്ഷ്മമായ ഈ കൊത്തുപണികൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി അതിൻ്റെ ഈ ഗ്യാപ്പുകളിൽ കൂടെ ഇങ്ങനെ കടത്തി കാണിച്ചു തരാണ്. आज कोई बिल्डिंग में 40 पिलर बनाओ तो उसमें भी फॉल्ट हो जाता है। और ये 154 पिलर से आप किसी भी पिलर से पीछे से देखो तो एकदम स्ट्रेट दिखेगा। 154 पिलर्स. टोटल പുള്ളി ആർക്കിടെക്ചറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് ശരിക്കും ശബ്ദം നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്ത് മുഴങ്ങാൻ വേണ്ടിയിട്ടാണ് പഴയ എല്ലാ കൊട്ടാരങ്ങളിലും ഹവേലികളിലും ഫോർട്ടുകളിലൊക്കെ ഇങ്ങനെയുള്ളത്, മസ്ജിദുകളിലൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മുഴങ്ങിയിട്ട് കേൾക്കും. ഇപ്പോൾ പിന്നെ മൈക്ക് സിസ്റ്റം ആയപ്പോൾ എല്ലാം ഫ്ലാറ്റാക്കി എന്നാണ് പറയുന്നത്. മോസ്കിലും അങ്ങനെ തന്നെയാണ്. इधर नमाज होती है? हाँ, ये नमाज के लिए ही है। अहमद शाह बादशाह ने जब उनकी मम्मी को दफन करा था तो अब करती है? हाँ, अभी भी ये नमाज का टाइम लिखा हुआ है। अभी दोपहर में 2 बजे होगी, जोहर लिखा हुआ है ना। അഹമ്മദാബാദ് നഗരത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന അഹമ്മദ് ഷാ, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ പണിത ഖബറാണ് നേരെ കാണുന്നത്. അപ്പോൾ ആ ഖബറിലേക്ക് പ്രാർത്ഥന എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പണിത്. മൗലവി ഇവിടെ വന്നിട്ടാണ് നമാസിന് നേതൃത്വം കൊടുക്കുക. നമാസിൻ്റെ സമയങ്ങളിവിടെ എഴുതിയിട്ടുണ്ട്. സ്ഥിരമായി നമാസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ദുവ, അതിൻ്റെ ഒരു പുണ്യം അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്ക് നമാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബാൽക്കണി പോലെ അത് അങ്ങനെ പർദ്ദയിട്ടിട്ട് മറയ്ക്കും, കർട്ടനിട്ട് മറയ്ക്കും. എന്നിട്ട് അവർക്കുള്ള എൻട്രി പിന്നെയും കൂടെയാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഈ പള്ളികളിലുള്ള പ്രവേശനം, മുസ്ലിം പള്ളികളിൽ പൊതുവെ പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ കാലത്ത് ചെയ്തപ്പോൾ സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്തു. കാരണം അമ്മയുടെ ഖബറിടാണ്. അപ്പോൾ സ്ത്രീകൾക്കുള്ളൊരു പരിഗണന കൊടുത്തു. कमल के फूल जगह बना दिया, लेकिन ये पूरा पत्थर था। ये अब गवर्नमेंट का अंडर है? हाँ, गवर्नमेंट का अंडर। ഇതാണ് ജുൾട്ട മിനാറിൻ്റെ മിനാരങ്ങൾ. 2 ഉണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ കണ്ടു. നല്ല വെയിലാണ്, പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ക്ലോസ്ഡ് ആയാണ് കുറച്ച് കാലമായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് അറ്റം തൊട്ട് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്പൈറൽ സ്റ്റെയർകേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ മുകളിൽ കയറിയിട്ട് അതിങ്ങനെ നമ്മൾ ഉന്തുമ്പോൾ 3 ഇഞ്ച് വരെ ഇങ്ങനെ അനങ്ങുന്ന പറയുന്നത്. അങ്ങനെ അനങ്ങുന്ന. അപ്പോൾ ഒരെണ്ണം തള്ളുമ്പോൾ ഇത് ഒരുമിച്ച് അനങ്ങും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു മിനാറ് നമ്മളിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ പില്ലർ പോലെ അതിങ്ങനെ അനങ്ങും. അപ്പോൾ ഇതും ഒരുമിച്ച് അനങ്ങും. പക്ഷെ ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ
പ്രത്യേകമായിട്ടുള്ളൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക്. എന്നിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇതിൻ്റെ ടെക്നിക്ക് എന്താണ്, വല്ല സ്പ്രിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരിത് പൊളിച്ചു നോക്കി. ഒരു മിനാർ പൊളിച്ച് പകുതിയാക്കി, ഒന്നും കണ്ടില്ല, അപ്പോൾ അവിടെ നിർത്തിയത്. അപ്പോൾ ഈ മിനാറിന് കുറച്ച് കേടുപാടുകളുണ്ട്. പക്ഷേ ഗവൺമെൻറ് അത് റിപ്ലിക്ക പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടിലുള്ള വർക്കുകളും ഉള്ള വ്യത്യാസമുണ്ട്. കാരണം ഇത് കോൺക്രീറ്റിൽ ഇപ്പോൾ ചെയ്തതാണ്, ഇത് പഴയ സ്റ്റോണിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ഈ ആർക്കിടെക്ചർ വണ്ടർ പണിതത് ആരാന്നുള്ളതിനെ കുറിച്ച് രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷം സിദ്ദി ബഷീർ എന്ന് പറയുന്ന സുൽത്താൻ അഹമ്മദ് ഷായുടെ ഒരു സ്ലേവ് ആണ് ഇത് പണിത് എന്ന് പറയുന്നു. മറുപക്ഷം പറയുന്നത് മാലിക് സറ, ഒരു നോബിൾമാൻ, ആ സമയത്തെ ഒരു നോബിൾമാൻ പണിതതാണെന്ന് പറയുന്നു. എന്തായാലും 1452 AD ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം. ഒറിജിനലി 70 അടി ഉയരമുള്ള ഈ സാൻഡ്സ്റ്റോൺ സ്ട്രക്ചർ 3 സ്റ്റോറിയാണ്. ഇപ്പോൾ ഒരു വശം മാത്രമേ നിലനിൽക്കുള്ളൂ, മറ്റു വശം അത് പല തരത്തിലുള്ള അധിനിവേശങ്ങളിൽപ്പെട്ട് തകർക്കപ്പെട്ടു. പിന്നെ കാലപ്പഴക്കം കൊണ്ടും. ഇതാണ് അഹമ്മദ് ഷായുടെ അമ്മയുടെ ഖബർ, ബീബി ഖബർ എന്ന് പറഞ്ഞു. പേര് പറയാറില്ല ഇവർ, ബീബി എന്ന് പറയും. മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇത്. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്കാണ് ഈ ജുൽത്താ മിനാർ പണിത്. നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആളാണ്. ഇത് ഗൈഡല്ല, ഇതിൻ്റെ ഒരു രക്ഷാധികാരി. ആള് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ആളുടെ കുടുംബം ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത്. പുള്ളി താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്, ഇതിൽ തന്നെ. ആളുടെ വീട്ടുകാരുടെയൊക്കെ കുഴിമാടങ്ങളാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഫുൾ ലോക്കൽ സപ്പോർട്ടോടു കൂടി നമ്മൾ ഇവിടെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് അതൊക്കെ നീങ്ങുകയാണ്. ഇനി നമുക്ക് സബർമതിയിലേക്ക് പോകണം. അതും കഴിഞ്ഞ് വേഗം അഹമ്മദാബാദ് അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് വണ്ടി വിടണം. ഫുൾ കല്യാണങ്ങളാണ് കേട്ടോ, കല്യാണ സീസണാണ്. കാരണം സൺഡേ കൂടി കാരണം എല്ലാവരും വഴിയിലുണ്ട്. പിള്ളേര് കളിക്കുന്നു, പാർക്കിംഗ് ലോട്ടിലൊക്കെ. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണ് ഈ ജുൽത്താ മിനാർ. അത് കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുന്ന ആൾക്കാർ നല്ല സ്റ്റൈലായിട്ട് ഗുജറാത്തി, ടിപ്പിക്കല്ല ഗുജറാത്തി ഡ്രസ്സിങ് ഒക്കെ കാണുമ്പോൾ പ്രത്യേക തരത്തിലാണല്ലോ സാരി ഉടുക്കണം, തലയിലുള്ള അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ സീബ്ര ലൈനിൽ വണ്ടി നിർത്തി കൊടുക്കുക കാൽനടക്കാർക്ക് എന്നുള്ളൊരു മിനിമം സിവിക് സെൻസ് നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്താൽ അത്ര നന്നായിരുന്നു. എന്തായാലും നമ്മൾ സബർമതിയിലേക്ക് പോവാണ്. അടിപൊളി റോഡുകളാണ്. ഇത് സബർമതി സൈഡ് ഇപ്പോൾ ഒരു ന്യൂ സിറ്റി എന്നുള്ള രീതിയിൽ ഓൾഡ് അഹമ്മദാബാദ് സിറ്റിയുടെ തിരക്കുകളിൽ നിന്ന് കുറേയും കൂടി എലീറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറി ഇവിടെ ഡെവലപ്ഡ് ആവുന്നുണ്ട്. പൂജ്യ പ്രമുഖ സ്വാമി മഹാരാജ് മാർഗ് എന്നൊക്കെയുള്ള വമ്പൻ പേരുകളുണ്ട്. പിന്നെ ഈ ഓൾഡ് ആൻഡ് ന്യൂ സിറ്റി സബർമതി റിവറിൻ്റെ അപ്പുറപ്പുറമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പാലങ്ങൾ, മാത്രമല്ല ഇതൊരു വലിയൊരു പ്രോജക്റ്റ് വഴി ഇതിൻ്റെ വീതി സബർമതിനെ ഒരു കനാല് പോലെ ഇങ്ങനെ ഒരേ വീതിയിലുള്ള ഒരു കനാലാക്കി മാറ്റി, ഒരു പുഴേനെ ഒരു ശരിക്കും കെട്ടിയൊരു കനാല് പോലെ ആക്കി. അതിന് മുകളിൽ കൂടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാലങ്ങൾ ഇഷ്ടം പോലെയാണ്. പുതിയ പാതകൾ, പുതിയ പാലങ്ങൾ. നമ്മളങ്ങനെ സബർമതിയിലേക്ക് തിരിഞ്ഞെത്തി. സബർമതി റിവർ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞ് വലിയ പ്രോജക്റ്റുകൾ, ഈ ബ്യൂട്ടിഫിക്കേഷനും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആശ്രമത്തിനടുത്തെത്തി പാർക്കിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പകൽ സമയം നിർത്തിയിടുമ്പോൾ ഒന്ന് കവർ ചെയ്തിടും ഫ്രണ്ടൊക്കെ. അല്ലെങ്കിൽ 44 ഡിഗ്രിയാണ്, 12 മണി സമയം 44. ഇനി ഇത് കൂടുമായിരിക്കും. അപ്പോൾ സൈഡ്സും ബാക്കും ടിൻറ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിക്കുക എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളും. അങ്ങനെ സബർമതിയുടെ എൻട്രൻസിൽ തന്നെ, ആശ്രമത്തിൻ്റെ എൻട്രൻസിൽ തന്നെ വളരെ വിശദമായിട്ടുള്ള ഇൻഫർമേഷൻ ബോർഡും അതിൻ്റെ ഒരു സൈറ്റ് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് കടന്നു. ടോട്ടലി ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇങ്ങോട്ട് കടക്കുമ്പോൾ. ഈ ആശ്രമം നന്നായിട്ട് തന്നെ റെനോവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഗാന്ധിജി സംഗ്രഹാലയ, ഇതിൻ്റെ ഒരു ഗാന്ധി സ്മാരക സംഗ്രഹാലയ മ്യൂസിയം, അത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലൈറ്റപ്പ് ഒക്കെ ചെയ്യും, അതുപോലെ ഡോക്യുമെൻറ്റേഷനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്.
എല്ലാം പുത്തനാക്കിയിട്ടുണ്ട്. ഇതിൽ 34,000 ലെറ്റേഴ്സും തൗസൻഡ്സ് ഓഫ് ഫോട്ടോഗ്രാഫ്സും ഒരുപാട് ഹിസ്റ്റോറിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ പിന്നെ ഹൃദയകുഞ്ചാണ് പിന്നെ സബർമതി ആശ്രമത്തിൻ്റെ മറ്റൊരു ഭാഗം. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ റൂഫും ഇതിൻ്റെ സീലിങ്ങും എല്ലാം പോളിഷ്ഡാണ്, വളരെ റെനോവേറ്റഡ് ആണ് മൊത്തത്തിൽ. ഞാൻ കുറേ കൂടി ഒരു പഴയ ഒരു സ്ഥലമാണ്. നമ്മൾ സേവാഗ്രാം, വാർധയിലെ സേവാഗ്രാം ആശ്രമം കണ്ടപ്പോൾ വളരെ ലളിതമായ അതേപടി നിലനിർത്തിയിരുന്ന ഒരു രീതിയായിരുന്നു. ഇതങ്ങനെയല്ല, നന്നായി മാറ്റം വന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടിട്ടില്ലെങ്കിലും വി ഹാവ് എ ഫീലിംഗ്. ഇത് ഗാന്ധിജിയും കസ്തൂർബയും ഒന്നിച്ച് താമസിച്ചിരുന്ന ഹൃദയകുഞ്ച് എന്ന ലളിതമായ കോട്ടേജാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഡെസ്കും സ്പിന്നിങ് വീലും പേഴ്സണൽ ബിലോങ്ങിങ്സും ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും വാൾസിൽ ഒരുപാട് ഫോട്ടോഗ്രാഫ്സും ഡീറ്റെയിൽസും ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. റൂഫിന് സീലിങ്ങൊക്കെ നന്നായിട്ട് പോളിഷ് ചെയ്ത് ഒരു നല്ല പ്രിസർവ് ചെയ്ത് ആ ഹെറിറ്റേജിൻ്റെ ആ രീതിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ പല ബിൽഡിങ്ങുകളും നന്നായിട്ട് തന്നെ ടോട്ടലി റെനോവേറ്റ് ചെയ്യുന്ന രീതിയിൽ ടൈലൊക്കെ മേൽക്കൂരയൊക്കെ ഇറക്കി പോളിഷ് ചെയ്ത് കയറ്റി ധാരാളം പണിക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സബർമതി റിവർ പിന്നിലൂടെ ഒഴുകുന്നു എന്നൊരു ഒഴുക്കിന് പറഞ്ഞതാണ്, ശരിക്കും ഒഴുകണില്ല, ഈ സീസണിൻ്റെ ആയിരിക്കും. 800 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വീതി. ഇത് ഉപാസന മന്ദിർ എന്ന് പറഞ്ഞ ഓപ്പൺ എയർ പ്ലേ ഗ്രൗണ്ടാണ്. ഇവിടെ ആശ്രമത്തിൽ ഗാന്ധിജി താമസിച്ചിരുന്ന കാലം മുതലേ പ്രാർത്ഥനാ ഭൂമി എന്ന് സേവാഗ്രാമിലുള്ള പോലെ പ്രാർത്ഥന നടത്തിയിരുന്ന സ്ഥലം. അപ്പോൾ സബർമതിയുടെ ഈ കരയിലൂടെ ഇങ്ങനെ ഒരു ചെറിയ വാക്ക് വേ പോലെ അത്യാവശ്യം മരങ്ങളും ഗ്രീനറിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമ്മൾ അടുത്ത വിനോബ മീര കുട്ടിർ ഗസ്റ്റ് ഹൗസാണ്. അവിടെ പലതരത്തിലുള്ള ചർക്കകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ചർക്കയും ആരുപയോഗിച്ചിരുന്നു, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൽ സ്പിൻ ചെയ്യുന്ന യാണിൻ്റെ ക്വാളിറ്റി, അങ്ങനെ നല്ല ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്പിൻ ചെയ്തെടുത്തിട്ടുള്ള ക്ലോത്ത്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ചർക്കയാണ്, നമ്മൾ കണ്ടിട്ടില്ല ഈ ടൈപ്പൊന്നും. ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ. ചർക്ക എന്നത് ഗാന്ധിജിക്ക് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്ത്ര ബഹിഷ്കരണം, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു ഐക്കണാണ് ചർക്ക. ഇവിടെ ഗാന്ധിജിയുടെ ചിത്രത്തിന് മുൻപിൽ അദ്ദേഹത്തിൻ്റെ ചർക്ക എക്സിബിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അദ്ദേഹം ഇരുന്ന് ചെയ്യുന്ന ആ രീതി തോന്നും. അതിന് മുന്നിൽ ഫ്ലോർ സ്റ്റാൻഡിങ് മോഡൽസ്, കുറച്ച് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള മോഡൽസ്, അങ്ങനെ പലതരം ചർക്കകളുണ്ട്. ഓസ്റ്റിൻ ഇവിടെ ചർക്ക പഠിപ്പിക്കുന്നുണ്ട്, നൂൽപ്പ് വേണോ, ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ? കസ്തൂർബ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ചർക്കയിൽ സ്പിൻ ചെയ്യുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർ ലെറ്റേഴ്സും. പിന്നെ ഒരു വിസിറ്റേഴ്സ് സെൻറ്റർ എന്ന രീതിയിൽ വളരെ മോഡേൺ ആയിട്ടുള്ള വിശാലമായൊരു ഏരിയ, വാഷ്റൂംസ് ഒക്കെ ഉൾപ്പെടെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. സബർമതി ആശ്രമത്തിൻ്റെ ഒരു ടൈം ലൈൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന രീതിയിലൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തിരഞ്ഞെടുത്ത 78 പേരുമായിട്ട് ഗാന്ധിജി 1930 മാർച്ച് 12 പ്രശസ്തമായ ദണ്ഡി മാർച്ച് 388 കിലോമീറ്റർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടത്. ഇത് ആദ്യകാല ആശ്രമം കൊച്ച്റബ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അങ്ങനെ സബർമതി ആശ്രമം കണ്ടിറങ്ങി ഈ വളരെ മോഡേണായിട്ട് ഡെവലപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ സബർമതി നദിയുടെ സൈഡിലുള്ള വഴി കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല ഉഗ്രം വാക്ക് വേ ഒക്കെ ഉണ്ട്, നല്ല ഗ്രീനറി ഉണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ ഒരു ഫീല് നമുക്ക് ഈ ആശ്രമത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ വാർധയിൽ സേവാഗ്രാം ആശ്രമം സന്ദർശിച്ചപ്പോൾ തീർത്തും ലളിതമായ ഒരു മനസ്സിൽ തൊടുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇത് വളരെ കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. അതിൻ്റെ കാരണം വളരെ ക്ലിയറാണ്. 1200 കോടിയുടെ പ്രോജക്ട്സാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് സംയുക്തമായിട്ട് നടത്തുന്ന ഇതിനെ ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ക്രിട്ടിക്സ് എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ കൊച്ചു പേരമകനടക്കം തുഷാർ ഗാന്ധി അടക്കം ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഗാന്ധിയിൽ നിന്ന് ഈ സബർമതിയെ മാറ്റി ഒരു ഗാന്ധി തീം പാർക്ക് പോലെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു വളരെ ശക്തമായ വാദം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സബർമതി ആശ്രമം സന്ദർശിച്ച് അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നിയത്. ഈ ബോർഡ് നോക്കൂ, വെൽക്കം ടു ലോത്തൽ, ഇൻവെസ്റ്റ് ഇൻ ലോത്തൽ, ഇൻവെസ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഇനി ലോത്തലിനെയും വിറ്റ് കാശാക്കാനാണോ നോക്കണേന്ന് അറിയില്ല. ലോത്തൽ എന്ന ആർക്കിയോളജിക്കൽ സൈറ്റ് ഏരിയ കൂടെ നമ്മളിപ്പോൾ പോണത്, പക്ഷേ ഹാരപ്പൻ സിവിലൈസേഷൻ. പക്ഷെ നമുക്ക് സമയമില്ല, നമ്മളുടെ വിശക്കുന്നുണ്ടെന്ന് ഭക്ഷണത്തിന് നിർത്താൻ പോലും സമയമില്ലാത്ത കാരണം പുഴുങ്ങിയ മുട്ടയൊക്കെ സ്നാക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. ഉച്ചയാണ്, പക്ഷെ നമുക്ക് ലഞ്ചിന് നിർത്താൻ സമയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരുപാട് പോകാനുണ്ട്. 370 കിലോമീറ്റർ
6.5 മണിക്കൂർ എടുത്ത് ഓടി നമുക്ക് ദിയുവിലെത്തണം. ദിയു എന്ന യൂണിയൻ ടെറിട്ടറി കണ്ട് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ നിന്നും മുന്നോട്ട് 84 കിലോമീറ്റർ 1.25 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഓടി സോമനാഥ് ക്ഷേത്രം അവിടെ ചെന്ന് ക്ഷേത്രം കണ്ട്, ക്ഷേത്രം 10 മണിക്കാണ് അടയ്ക്കുക. അപ്പോൾ അത് കാരണം അതിന് മുൻപ് ഓടിയെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. അതുകൊണ്ട് അടിച്ച് മിന്നിച്ച് പോയേ പറ്റൂ. അതിന് പറ്റിയ വഴിയുണ്ട്, ഗുജറാത്താണല്ലോ. അങ്ങനെ അടിച്ചു മിന്നിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഭയങ്കര സർപ്രൈസായി. ഇതാ വിശാലമായ ഉപ്പുപാടങ്ങൾ നമ്മുടെ ഇടതുവശത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മളുടെ ആ ഒരു മെയിൻലാൻഡിൽ നിന്ന് നമ്മൾ ഗുജറാത്തിൻ്റെ കത്തിയവാർ മേഖലയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊരു നമുക്ക് ആ മാപ്പ് നോക്കുമ്പോൾ ഗുജറാത്തിൻ്റെ കഴുത്തിക്കോടെ നമ്മളിങ്ങനെ പോവാണ്. എന്നിട്ട് ഗുജറാത്തിൻ്റെ താടിക്കോടെയാണ് നമ്മൾ സോമനാഥിലെത്തുക. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ മാപ്പ് നോക്കുമ്പോൾ ഗുജറാത്തിനെ ഒരു സിംഹത്തല പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗിർ വനങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് ഓഫ് ക്യാമ്പേ ഗൾഫിൽ കൂടെയാണ്. ഇതിലേക്ക് ഗുജറാത്തിൻ്റെ ഇത് വളരെ വിശാലമായ കോസ്റ്റ് ലൈനാണ്. 200 കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷാലോ ആയിട്ട് കിടക്കണ കാരണം ഉപ്പ് ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതാ ഉപ്പ് മലകൾ, ഉപ്പ് വാരിക്കൂട്ടി JCB ഒക്കെ വെച്ച് വാരിക്കൂട്ടി ഉപ്പ് മലകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കയറ്റിക്കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ലോറികൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗുജറാത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ പെനിൻസുലയായിട്ടുള്ള, ഇന്ത്യയുടെ തന്നെ തെക്ക് പടിഞ്ഞാറൻ പെനിൻസുലയായിട്ടുള്ള കത്തിയവാർ സൗരാഷ്ട്ര മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മേഖലയാണിത്. ഭാവ്നഗറാണ് ഇവിടുത്തെ അടുത്ത സിറ്റി. വിശന്ന് കണ്ണുകളുണ്ട്, പക്ഷേ നമ്മുടെ ഫുഡ് കമ്മിറ്റി നല്ല ഉറക്കത്തിലാണ്. ഇപ്പം ഞാൻ തന്നെ പിന്നിലേക്ക് നോക്കിയപ്പോൾ ആകെ അവിടെ നലങ്കോലാണ്. കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തരത്തിൽ ബ്രെഡ് തപ്പിയെടുത്തു. ഇത് നമ്മുടെ പ്രോട്ടീൻ ബോൾസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് കഴിയാറായി. പിന്നെ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എല്ലാം. പിന്നെ ഒരു മുട്ട ഒക്കെ മേടിച്ച് വയ്ക്കാറുണ്ട്. ഇത് കുറച്ച് റൈസിൻസും നട്ട്സും അങ്ങനെ എല്ലാ സംഭവങ്ങളും കയ്യിലുണ്ട്. ഓൺ ദ ഗോ നമ്മുടെ വിശപ്പിന്. ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ അധികം പറ്റണില്ല, കാരണം പാലൊക്കെ സ്റ്റോർ ചെയ്യലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പോണു, എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റിയിരിക്കട്ടെ. അങ്ങനെ നമ്മൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റിലായിട്ട് ഹൈവേന്ന് അത്ര ദൂരം ഇല്ല എന്ന് തോന്നണ പോലെ ഒരു ഹിൽ ടോപ്പ്, ഒരു വൈറ്റ് സ്ട്രക്ചർ കാണുന്നുണ്ട്. അത് ഇങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സംഭവം നോക്കിയപ്പോൾ ദിസ് ഈസ് എ വെരി ഫേമസ് പ്ലേസ്. തലജ റോക്ക് ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന 2000 വർഷം പഴക്കമുള്ള റോക്കറ്റ് ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ കേവ്സ് ആണ്. കാണേണ്ടതായിരുന്നു. ഇതിലെ ഗൂഗിളിലെ ഫോട്ടോസ് തന്നെ കാണുമ്പോൾ ഗംഭീരമാണ്. പക്ഷെ നമുക്ക് തീരെ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് എങ്ങനെ പാഞ്ഞു തന്നെ പോവാണ്, തലജ കേവ്സിനെയും റോക്കറ്റ് ടെമ്പിൾസിനെയൊക്കെ വിട്ടിട്ട്. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പുപാടങ്ങൾക്ക് പകരം ശരിക്കുള്ള പാടങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇതാ ഇങ്ങനെ ലോഡ് കണക്കിന് വണ്ടികൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ചാക്കും കെട്ടുകൾ ഇങ്ങനെ കൃഷിസ്ഥലത്ത് നിറച്ച് പരത്തിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം പച്ചപ്പും പിന്നെ നല്ലൊരു രസമുള്ള സ്ഥലം, നല്ല കൃഷി നടക്കുന്ന സ്ഥലമാണ്. നോക്കിയപ്പോൾ ഇത് മഹുവ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗുജറാത്തിൽ. സൗരാഷ്ട്ര മേഖലയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അത്രേ. സിറ്റിയും അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. നമ്മളതിന് ബൈപ്പാസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗുജറാത്തിൻ്റെ മറ്റു മേഖലയേക്കാൾ ആ വരണ്ട ഇതല്ല, കുറച്ചും കൂടി പച്ചപ്പുള്ള ഗ്രീനറി ഉള്ള സ്ഥലമാണ്. നല്ല ക്ലൈമറ്റുമാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം സ്ഥലങ്ങളാണ് നമ്മൾ മിസ് ഔട്ട് ചെയ്യണത്. ശരിക്കും എല്ലാ ഇടവഴികളിലേക്കും തിരിയാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. സമയവും സൗകര്യമൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു വൈവിധ്യമുള്ളൊരു മഹാരാജ്യമാണല്ലോ. സൂര്യനിപ്പോഴും കത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് ദിയുവിലെത്താനായിട്ട് ഇനി ഒരു 10-40 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 5:17 ഈ സമയം. 6 മണിക്ക് ദിയു ഫോർട്ട് അടയ്ക്കും. അറിയില്ല, നമ്മൾ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ അടയ്ക്കും. പക്ഷേ ഒരു നിവൃത്തിയില്ല, ഈ വഴി മുഴുവൻ ഓടിയെത്തണ്ടേ. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ 51 അതിൻ്റെ പാട്ടിന് വിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. നമ്മൾ ഉന എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇനി ഇവിടെ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട് ദിയു ഐലൻഡിലെത്താൻ. ഇതൊരു ഐലൻഡാണ്. ഈ കത്തിയവാട് പെനിൻസുലയുടെ സത്തേൺ കോസ്റ്റിൽ നിന്ന് നീങ്ങിയിട്ട് കുഞ്ഞൊരു സ്ഥലമാണ്. ഒരു 24 സ്ക്വയർ കിലോമീറ്റർ മാത്രം ഉള്ള ഒരു കുഞ്ഞൻ സ്ഥലം. UT ആണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു ഒരുമിച്ച് DNHDD. അപ്പം നമ്മൾ ദാമൻ കണ്ടു, ഇനി ദിയു കാണുന്നു. ഗുജറാത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു രസം കാണുന്നുണ്ട് വഴിയിൽ. അത്യാവശ്യം പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, നിറയെ ക്യാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുജറാത്തിലൊക്കെ മനുഷ്യന് എന്തെങ്കിലും പറ്റിയാൽ കുഴപ്പമില്ല, പക്ഷേ ക്യാറ്റിലിന്, പോത്തിനും പശുവിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, പശുവിന് പ്രത്യേകിച്ചും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവനോടെ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ പോകണം.
പിന്നെ പ്രത്യേക തരം വണ്ടികൾ ബുള്ളറ്റിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഇത് എല്ലായിടത്തും കാണുന്നുണ്ട്. ഗുജറാത്തിൽ ധാരാളമായിട്ട് കണ്ടു. അപ്പം അങ്ങനെ നല്ല രസികൻ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവാണ്. ട്രാക്ടറിലൊക്കെ ആളുകൾ സ്ത്രീകൾ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് നല്ല സ്റ്റൈലാണ്. എന്തെങ്കിലും കല്യാണത്തിന് മറ്റു പോകുന്നവരായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഓട്ടോകളിൽ ട്രാക്ടറുകളിലൊക്കെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ദിയുവിലേക്കുള്ള വെൽക്കം ബോർഡ് കണ്ടു. ദിയു സിറ്റി, ദിയു എയർപോർട്ടും ഈ വഴിക്ക് തന്നെയാണ്. ഗുജറാത്തിൻ്റെ മെയിൻലാൻഡിൽ നിന്ന് ഡോക്ടർ ഷാംജി ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ ദിയു ഐലൻഡിലേക്ക് കടക്കുന്നത്. 2 ബ്രിഡ്ജുകളാണ് ഇതിനെ കണക്ട് ചെയ്യണത്. ദിയുവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദിയു പോലീസൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ചിന്തയുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അങ്ങോട്ട് കടന്നു. എത്രയും പെട്ടെന്ന് ഫോർട്ടിലെത്തണം. 5:52 സമയം. ഫോർട്ട് മിക്കവാറും പടയ്ക്കും. എന്നാലും ദിയു എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ ശാന്തമായ സമുദ്രം, ഈ കോസ്റ്റ് ലൈനുള്ള ഒരു സ്ഥലമാണ്. ദിയുവിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. Stay tuned with Family Travel Trails. Thank you.